ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലത്ത് സഹോദരതുല്യം സ്നേഹിച്ച എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദര വൈദികൻ മരിച്ചുപോയി. ആയുസ്സിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ലായിരുന്നു. ഏറെ സങ്കടമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കരച്ചിലായിരുന്നു. അതിൽ 7ാമത്തെ ശുശ്രൂഷാക്രമം, വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ 8 ക്രമങ്ങളുണ്ട്. അതിൽ 7ാമത്തെ ക്രമത്തിൽ ഒരു വരി ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയും മരണം മുതൽ ഉദ്ധാനം വരെയും ഒരു വഴിയേ ഉള്ളൂ. അവിടെ മുതൽ പിന്നീട് 2 വഴിയാണ്. ഒന്ന് ജീവനിലേക്കും മറ്റത് മരണത്തിലേക്കും. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുക ജീവനിലേക്ക് പ്രവേശിക്കാൻ എന്ന് പറഞ്ഞാണ് ആ വരി അവസാനിക്കുന്നത്. ഒത്തിരി ടച്ച് ചെയ്തൊരു വരിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എന്താ ഇതിനർത്ഥം? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും, ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരു വഴിയേ ഉള്ളൂ. ഉദ്ധാനം വരെ ഒറ്റ വഴിയേ ഉള്ളൂ. അതിന് ശേഷമാണ് തീരുമാനിക്കുന്നത് ന്യായവിധിയുടെ ദിവസം. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ അതിന് ശേഷം 2 വഴിയായി മാറും. സങ്കീർത്തനകാരൻ പറയുകയാണ്, സങ്കീർത്തനം 1:6 ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ നീതിമാന്മാരുടെ വഴി കർത്താവ് അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴി നശിച്ചു പോകുമെന്ന്. അതുകൊണ്ട് നീ നീതിമാനാണോ ദുഷ്ടനാണോ എന്ന് സ്വയം തിരിച്ചറിയുക. നിൻ്റെ വഴി പരിശോധിക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. നീ പോകുന്ന വഴി, നീ സഞ്ചരിക്കുന്ന വഴി, നീ ഇഷ്ടപ്പെടുന്ന വഴി ഏത് വഴിയാണോ, നീ ദുഷ്ടന്മാരുടെ വഴിയെ സഞ്ചരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വഴിയെന്ന് വേർതിരിച്ച് നശിച്ചു പോകാൻ നീ ഇടവരുത്തരുത്. അതുകൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ളവരല്ലേ നാം എല്ലാവരും. അതുകൊണ്ട് നല്ല വഴി, നീതിമാന്മാരുടെ വഴി നമുക്ക് പരിശോധിക്കാം. അതിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അതിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസും നമ്മെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.